ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോ, അതായത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റലിജൻസ് ബ്യൂറോയിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ ഫൈനൽ റിസൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നൈറ്റ് ആയിരുന്നു നമുക്ക് റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പറയട്ടെ, ഹാർഡ് വർക്ക് ചെയ്തവർക്കും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നല്ല റിസൾട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ AZB അക്കാഡമി ഒരുപാട് സന്തോഷത്തോടു കൂടി പറയട്ടെ, നമുക്ക് മാക്സിമം സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാനും ക്ലാസ്സസ് ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അതുപോലെ ക്ലാസ്സസ് ഒക്കെ ആണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ Tier 1 തൊട്ട് നമ്മൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. Tier 1ഉം Tier 2ഉം Tier 3 ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവൻ നിങ്ങൾക്ക് റിസൾട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങളുടെ പേരോ ഐഡന്റിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോസ്റ്റിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. SI എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നമുക്ക് വേറെ എന്തെങ്കിലും പോസ്റ്റിങ്ങിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ജോലിയുടെ സ്വഭാവ രീതികളൊക്കെ അനുസരിച്ച് നമുക്ക് വേറൊരു പോസ്റ്റിലേക്കായിരിക്കും നമുക്ക് പബ്ലിക്കിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇന്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസിസ്റ്റന്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് അണ്ടറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏകദേശം ഓൾ ഇന്ത്യ ലെവലിൽ 4987 വേക്കൻസീസ് ആയിരുന്നു വരുന്നത്. ഇനി അങ്ങനെ ഇതിൻ്റെ എക്സാമിൻ്റെ Tier 1 വന്നിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 29-30 ഡേറ്റിലാണ്. സെപ്റ്റംബർ മന്തിൽ നമുക്ക് എക്സാം കഴിഞ്ഞു. Tier 2 February 2 ആണ്. നമുക്ക് ട്രാൻസ്ലേഷൻ ടെസ്റ്റ് ആയിരുന്നു. നമ്മൾ ആ ഭാഗത്ത് നമ്മുടെ കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് Tier 3ൻ്റെ ജൂണിലായിരുന്നു നമുക്ക് അതിൻ്റെ എക്സാം വന്നത്. ഓഗസ്റ്റ് ആയപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിൽ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അല്ലെങ്കിൽ ministry.mha.gov.in എന്ന് പറയുന്ന സൈറ്റിലൊന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ റോൾ നമ്പർ തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല ഇത് നമ്മളുടെ ഈ ഒരു നെക്സ്റ്റ് ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വന്നു. ഇനി അടുത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുമ്പം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ SSQ ഫോമിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റേഷനോ അത് എന്തെങ്കിലുമൊക്കെ എറേഴ്സോ അല്ലെങ്കിൽ ഇതിൽ കറക്ഷൻസ് അല്ല, നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കും വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വെച്ചാൽ നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ കൂടെ ഉണ്ട്. അതിനുശേഷമാണ് മീൻസ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും കൂടെ ഉണ്ട്. അതിനുശേഷമായിരിക്കും നമുക്ക് എങ്ങനെ വരുന്നത്, ജോലിയിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പറയട്ടെ, നല്ല രീതിയിൽ നമുക്ക് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതായത് ഇതിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2026 കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇയർ വരത്തില്ല. നമുക്കൊരു 1 ഇയർ ഗ്യാപ്പിൽ തന്നെ, അതായത് പെട്ടെന്ന് തന്നെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നാൽ വളരെ പെട്ടെന്നാണ് എക്സാം വരുന്നത്. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് Tier 1ഉം Tier 2ഉം Tier 3ഉം നമുക്ക് വരുന്നുണ്ട്. 1 ഇയറിൽ തന്നെ ജോലിയിൽ പോസ്റ്റിങ്ങിലേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ IB എന്ന് പറയുന്നത്. ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, എന്താണെന്ന് പോലും അറിയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന IB. അത് ഒരുപാട് മലയാളികൾ അറിയാതെ പോകുന്നത്. അതായത് നമുക്ക് കേരളത്തിൽ തന്നെ ഈ തവണ 340+ വേക്കൻസീസ് ആയിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി വരാൻ പോകുന്ന നമുക്ക് 10th പാസ്സായാൽ മാത്രം മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അതായത് 18 വയസ്സ് മുതൽ 27 ജനറൽ കാറ്റഗറി, 30 വയസ്സ് വരെ OBCയും അതുപോലെ തന്നെ 27+5 ആണ് നമുക്ക് SC STക്കും വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇപ്പോഴും ഒരുപാട് പേര് അതിനെക്കുറിച്ച് അറിയാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. നമുക്കൊരു നെക്സ്റ്റ് ഇയറോടുകൂടി നോട്ടിഫിക്കേഷൻ വരാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെയായിരിക്കും എക്സാം നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു സെലക്ഷൻ പ്രൊസീജിയേഴ്സ്. Tier 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് മാർക്കാണ്. ഒരു ചോദ്യം, അതിന് 4 ഓപ്ഷൻസ് തരും. നെക്സ്റ്റ് Tier 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് നമുക്കൊരു സെൻറ്റൻസ്, അതായത് നമുക്കൊരു പാസേജ് തന്നിട്ട് അതിന് ഇംഗ്ലീഷ് ടു മലയാളം, മലയാളം ടു ഇംഗ്ലീഷ് കൺവേർഷനാണ് വരുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഇൻ്റർവ്യൂ. നമ്മൾ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ പോലും മാർക്ക് ബേസ് കുറഞ്ഞാലും ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും അവർക്ക് എക്സാം ക്ലിയർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇൻ്റർവ്യൂ, നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇതുപോലത്തെ ഒരു എക്സാമിന് വരുമ്പോൾ. ഇനി നമുക്ക് ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. ഏകദേശം നല്ല രീതിയിലുള്ള 69,100 വരെ അലവൻസോട് കൂടിയിട്ട് നമുക്ക് level 3 ഗ്രേഡ് ആണ് വരുന്നത്. നല്ല രീതിയിൽ സാലറിയും കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ IB SIക്ക് വേണ്ടി മാത്രം ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അതായത് ഇപ്പോൾ ACA വരുന്നുണ്ട്, അതുപോലെ ACA Tier 2 ആണ് രണ്ടിനും വ്യത്യാസം വരുന്നത്. Tier 1 രണ്ടിൻ്റെ സിലബസ് സെയിം ആണ്, പക്ഷേ ആപ്ലിക്കേഷനും അതിൻ്റെ ഒരു മോഡ് ഓഫ് എക്സാമിൻ്റെ രീതി ആ ഒരു പാറ്റേൺസ് ഡിഫിക്കൽട്ടി ലെവലാണ് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മളൊരു ലോങ് ടൈം ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി Day 1 Day 2 അങ്ങനെ പഠിക്കാനായിട്ടുള്ള ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. Day 5 Day 10 Day 15 വരുമ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് നൽകുന്നുണ്ട്. അതുപോലെ എക്സാം അടുക്കുന്ന ടൈമിൽ അതിൻ്റെ ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് തന്നെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ലൈവ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് വഴി നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല IB നമുക്ക് നല്ല രീതിയിൽ കുട്ടികൾക്ക് അതിൻ്റെ ഭാഗമാവാനും SFB അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് അഭിമാനത്തോടു കൂടി പറയട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നെക്സ്റ്റ് ഒരു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.